ചെന്താമരയുടെ കേസ് ഇപ്പോൾ ഏറെ സംസാര വിഷയമായിരിക്കുന്നത്. ഈ ചെന്താമര കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ പറഞ്ഞത് എനിക്ക് ഒരാളെ കൂടെ കൊല്ലാനുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞില്ലേ, അത് പുഷ്പയായിരുന്നു അടുത്ത വീട്ടിലേന്ന്. അപ്പോൾ ഈ പുഷ്പ തന്നെ പറയുന്നുണ്ട് എന്നെ അയാൾ പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന്. എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പരസ്യമായി വെല്ലുവിളിച്ച് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയുക? അല്ല, അയാൾ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഗോവിന്ദച്ചാമിയുടെ കേസ് വെക്കുന്നില്ലേ, ഗോവിന്ദച്ചാമി ആ പെൺകുട്ടിയെ സൗമ്യയെ കൊലപ്പെടുത്തി നമ്മൾ പ്രതീക്ഷ അതിനിഷ്ഠൂരമായി ട്രെയിനിൽ നിന്ന് വലിച്ചു പുറത്തിട്ട് റെയിൽവേ ട്രാക്കിലിട്ട് മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തി എന്നാണല്ലോ കേസ്. കേരളത്തിൽ നമ്മളിവിടെ വധശിക്ഷ കിട്ടി, സുപ്രീം കോടതി ചെന്നപ്പോഴത്തേക്ക് വധശിക്ഷ ഒഴിവാക്കിപ്പോയി. അപ്പോൾ നമുക്ക് വലിയ രോഷമുണ്ടായി. എന്തുകൊണ്ടാണ് ഇത്ര നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ആളും ജീവപര്യന്തം കിട്ടി? ജീവപര്യന്തത്തെക്കുറിച്ച് സുപ്രീം കോടതിയൊക്കെ പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനം വരെ എന്നാണ്. പക്ഷെ ഇപ്പോൾ കാണുന്നില്ലേ, ആ കാരണവർ കൊലക്കേസിലെ പ്രതി ഷെറിൻ ഇപ്പോൾ പുറത്തിറങ്ങാൻ പോവുക. അത് സംസ്ഥാനത്തെ 2 മന്ത്രിമാർ അതിൻ്റെ പിന്നിൽ ഒത്തുകളിച്ചു എന്നാണ് പറയുന്നത്. ഈവൻ ആരോപണങ്ങളുണ്ട്, ജയിലിൽ കഴിയുമ്പോൾ പോലും അവർക്ക് ഒരുപാട് അവരെ ചില മന്ത്രിമാരൊക്കെ ആക്ഷേപമായിരിക്കാം, ആളുകളുടെ അതിര് കടന്ന ഭാവനയും ഉണ്ടായ ചില മന്ത്രിമാരല്ല, ഒരു മന്ത്രി ഇത്തരം കേസുകളിലൊക്കെ കുപ്രസിദ്ധനാണെന്ന് പേര് കേട്ട ഒരു മന്ത്രി ആ പെൺകുട്ടിയെ പുറത്തിറക്കിയോ പരോളിലൊക്കെ കൊണ്ടു നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപം വരെ പറഞ്ഞു കേട്ടു. അതിൻ്റെ നിജസ്ഥിതി നമുക്കറിയില്ല. ഏതായാലും അവർക്കിപ്പോൾ ജീവപര്യന്തം പറഞ്ഞിട്ടും അവർ പുറത്തു വരാൻ പോവുക. സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ അധികാരം ഉപയോഗിച്ച് ഇത്ര വർഷം തടവ് ശിക്ഷ ഇളവ് കൊടുത്ത് കൊണ്ടുവരുന്നു. അപ്പം ഗോവിന്ദച്ചാമിയുടെ കേസിൽ പറഞ്ഞു കേട്ടത് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടു, റേപ്പ് ചെയ്യപ്പെട്ടു. പക്ഷേ കൊലപാതകത്തിന് കാരണം ഗോവിന്ദച്ചാമിയാണോ റേപ്പാണോ അതോ തീവണ്ടിയിൽ നിന്ന് ചാടിയപ്പോഴുണ്ടായ അപകടമാണോ? തീവണ്ടിയിൽ നിന്ന് ചാടിയതാണോ ഗോവിന്ദച്ചാമി തള്ളിയിട്ടതാണോ എന്നുള്ള തർക്ക വിഷയമാണ്. അപ്പോൾ അവിടെ അതിനകത്ത് നിയമപരമായ ഒരു പഴുതുണ്ടായത്, ഒന്ന് ഗോവിന്ദച്ചാമി തള്ളിയിട്ടോ അതോ സൗമ്യ ചാടി ട്രാക്കിൽ വീണോ? രണ്ടാമത് ആ വീഴ്ചയിൽ നിന്നുള്ള തലക്കേറ്റ പരിക്ക് കൊണ്ടാണോ കൊല്ലപ്പെട്ടത്, അതോ കൊലപ്പെടുത്താൻ വേണ്ടി ഗോവിന്ദച്ചാമി തള്ളിയിട്ടതുകൊണ്ടുണ്ടായ പരിക്കുകൊണ്ടാണ് മരിച്ചത്? കാരണം സ്വാഭാവികമായി വീണുണ്ടാവുന്ന പരിക്കും ഒരാൾ തള്ളിയിടുന്നത് വഴിയുള്ള പരിക്കും വ്യത്യാസമുണ്ട്. ഒന്ന് മർഡർ ആയിട്ട് പരിഗണിക്കാം, മറ്റത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്ന് പറയും. അതിനുശേഷം റേപ്പ് നടന്നു എന്ന തരത്തിലുള്ള വാദങ്ങളും ഒക്കെ പരിഗണിച്ചാണ് സുപ്രീം കോടതി ഗോവിന്ദച്ചാമി വധശിക്ഷ ഒഴിവാക്കിയത്. നമുക്കറിയാം, ഗോവിന്ദച്ചാമിയുടെ ഒരു ചിത്രം വന്നിരുന്നു. പിടിക്കപ്പെടുമ്പോൾ അയാൾ വളരെ സ്കെൽറ്റനായിരുന്ന ഗോവിന്ദച്ചാമി തടിച്ച് കൊഴുത്ത് കുട്ടപ്പനായിരിക്കുന്ന ചിത്രം വന്നു. അപ്പം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മുടെ സിസ്റ്റം പറയുന്നത് ഒരാൾ ജയിലിൽ പാർപ്പിക്കുന്നു. ജയിലുകളെ കറക്ഷൻ ഹൗസുകൾ എന്നാണ് പറയുന്നത്. ജയിലെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഫയർഫോഴ്സ് എന്ന് പറയും, ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് എന്നാണല്ലോ അതിൻ്റെ പൂർണ്ണരൂപം. എന്ന് പറയുന്നത് ജയിലുകൾ, നമ്മൾ ജയിലും പ്രിസൺ എന്ന് പറയുന്നുണ്ട്, പ്രിസൺ ആൻഡ് കറക്ഷൻ ഹൗസാണ്. അതായത് ആളുകളെ കറക്റ്റ് ചെയ്യുന്ന, പരിവർത്തനം ചെയ്യുന്ന സ്ഥലം. പക്ഷേ എത്ര പേർക്ക് പരിവർത്തനം ചെയ്യപ്പെടും? ഈ ചെന്താമരയുടെ അവസ്ഥ നോക്കുക. അയാൾ 2 പേരെ കൊന്നു, ഇനി ഒരാളെ കൂടെ കൊല്ലാത്തതിൽ അയാൾക്ക് ഖേദമുണ്ടെന്ന് പറയുന്നു. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ? ചെന്താമരെ ജയിലിലേക്ക് അയക്കും. അയാൾക്ക് ചിലപ്പം ഇത് വധശിക്ഷ കൊടുക്കണമെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് വരുത്തപ്പെട്ടാൽ, അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ വധശിക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും എനിക്കിപ്പോഴേ പറയാൻ പറ്റും, ചെന്താമരയ്ക്കും കിട്ടാൻ പോകുന്ന പരമാവധി ഒരു ജീവപര്യന്തമാണ്. നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം അങ്ങനെയാണ്. അപ്പോൾ ചെന്താമര എന്ത് ചെയ്യും? ചെന്താമര ജയിലിൽ കഴിയും, അയാൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. അയാൾ തടിച്ചു കൊടുത്ത് 10-15 വർഷം കഴിയുമ്പോൾ അയാൾ വീണ്ടും പുറത്തു വരും. അപ്പോഴും ഈ പറയുന്ന പുഷ്പയും മറ്റുള്ളവരും അടക്കം ഈ നാട്ടിൽ ബാക്കിയുണ്ടാവും. അവർ ഭീഷണിയിലായിരിക്കും. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ ഇതേ ആറ്റിറ്റ്യൂഡുള്ള ഇയാൾ വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാം, കൊലപ്പെടുത്താം. അപ്പം നമ്മുടെ കറക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു മരീചികയാണ്. ജയിലിൽ നിന്നിറങ്ങുന്ന എത്ര കുറ്റവാളികൾ, കൊടുംഭീകരായ കുറ്റവാളികൾ മാനസാന്തരപ്പെടുന്നുണ്ട്. അവരെ മാനസാന്തരപ്പെടുത്താനുള്ള സംവിധാനം, മെക്കാനിസം നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പോൾ ചെന്താമരയെ സംബന്ധിച്ച് ഇതൊരു സൈക്കിക്കായ ഒരു അവസ്ഥയും കൂടിയാണ്. പക ഇങ്ങനെ കൂടിയിട്ട് ഒരു മാനസിക വിഭ്രാന്തി പോലെയോ മാനസിക ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടാണ് ഇയാൾ ഒരു മനുഷ്യനെ കൊല്ലുന്നതിന്, ഉറുമ്പിനെ കൊല്ലുന്ന ലാഘവത്തോടെ ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മൾ ഈ ചോറ്റാനിക്കരയ്ക്കടുത്ത് ഒരു പെൺകുട്ടിയെ കാമുകൻ കൊലപ്പെടുത്തിയ പണ്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ കൈകൊണ്ട് റെഡി കൊടുക്കും. ഇപ്പോൾ കുറേ കാലമായിട്ട് കേൾക്കുന്നറിയോ, നമ്മുടെ കേരളത്തിൽ പോലും ആളുകളെ മർദ്ദിക്കാനും കൊലപ്പെടുത്താനും ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് ചുറ്റിക മാറിയിട്ടുണ്ട്. ആലപ്പുഴയിലെ BJP നേതാവിൻ്റെ വീട്ടിൽ പോപ്പുലർ ഫണ്ടുകാർ കയറിയിട്ട് തല കൂടം കൊണ്ടടിച്ച് ചതച്ചു. തെളിവ് പോലും ഉണ്ടാതിരിക്കുക. അതൊക്കെ ഒരു ക്രൈം. അതൊക്കെ വളരെ കൃത്യമായ ലീഗൽ ഒപ്പീനിയൻ്റെ നിയമപരമായ ഉപദേശം കൂടെ കിട്ടിയിട്ടാണ്. നമ്മളിവിടെ ഒരാളെ പിടിച്ചല്ലോ, ഇവർക്ക് ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ കൊലപാതകത്തിൻ്റെ ആസൂത്രണമൊക്കെ നടപ്പാക്കുന്ന ഒരു അഭിഭാഷകനെ
കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് കത്തി കൊണ്ട് മുറിച്ചാൽ കത്തിയുടെ ആഴം, മുറിവിൻ്റെ വലിപ്പം ഇതൊക്കെ നോക്കിയിട്ട്, കത്തിയുടെ സൈസ് ഒക്കെ നോക്കിയിട്ട് ആളുകളെ ട്രേസ് ചെയ്യാൻ എളുപ്പമാണ്. കൂടം കൊണ്ടടിച്ചാൽ ഇത് തെളിയിക്കപ്പെടാൻ മുറിവിൻ്റെ ആഴം, എന്ത് മുറിവ്, കൂടം കൊണ്ടടിച്ച് ചമ്മന്തിയൊക്കെ അടിഞ്ഞാൽ എന്ത് മുറിവ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് കത്തിയേക്കാൾ കൊലപ്പെടുത്താൻ നല്ലത് കൂടമോ ചുറ്റികയോ ആണെന്ന് ലീഗൽ അഡ്വൈസ് കൊടുക്കുന്ന ക്രിമിനൽസ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത് ലീഗൽ അഡ്വൈസ് ഒന്നും കിട്ടിയിട്ടില്ല. ദേഷ്യം വരുമ്പോൾ ഒരു ചുറ്റിക എളി കൊണ്ട് നടക്കുക, അരക്കെട്ടിൽ ചുറ്റിക വെച്ചുകൊണ്ട് നടക്കുക, എന്നിട്ട് ആളുകളെ ചുറ്റിയൊക്കെ അടിക്കാൻ ശ്രമിക്കുന്ന കാമുകന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വല്ലാതെ മാറിക്കൊണ്ടിരിക്കും. ഇവരൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? ഈ പുഷ്പയുടെ കേസ് നമ്മൾ പറഞ്ഞു വന്നതാണല്ലോ. പുഷ്പ ജയിലിൽ കഴിയുന്നു. അയാൾ 15 വർഷം ചെന്താമര, പുഷ്പയെ കൊല്ലാൻ കഴിയാത്തതിൽ ഖേദമുള്ള ചെന്താമര 15-20 വർഷം കഴിഞ്ഞ് പുറത്തു വന്നാൽ അപ്പോഴും ഈ പുഷ്പ ഭീഷണിയിൽ കഴിയണം. അപ്പോൾ നമ്മുടെ ജയിലിൽ ഈ കറക്ഷൻ പ്രക്രിയ നടത്താനുള്ള എന്ത് സംവിധാനമുണ്ട്? ഇയാൾക്ക് ഒരു തരത്തിലുള്ള മാനസിക സൈക്കോയാണ്. ഈ സൈക്കോ ആയ ഒരു പ്രതിയെ മാനസാന്തരപ്പെടുത്തി ചികിത്സിച്ച് ശരിയാക്കാൻ എന്തെങ്കിലും സംവിധാനം നമ്മുടെ ജയിലിലുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇത്തരം ഈ 3-4 ആളുകളെ വളരെ ഭ്രാന്തമായ പകയോടെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും എനിക്കിനി ഒരാളെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ എനിക്ക് ഖേദമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്ത ഒരു പ്രതിയെ ജയിലിലടച്ചാൽ അവൻ്റെ പകയുടെ ആഴം കൂടുമോ കുറയുമോ? അവന് വീണ്ടും പക. ഈ പറയുന്ന ആളുകൾ കാരണം എൻ്റെ 15 വർഷം ഞാൻ ജയിലിൽ കഴിഞ്ഞു. ഇവനും കിട്ടും ഒരുപക്ഷെ പരോള് അല്ലേ? 4-5 വർഷം ഇവൻ നല്ല നടപ്പൊക്കെയാണെങ്കിൽ ഇവനും പരോള് കിട്ടും, ഇവൻ പുറത്തു വരും. അപ്പോൾ നമ്മുടെ ജയിൽ സംവിധാനം, എൻ്റെ അഭിപ്രായത്തിൽ ജയിലെന്ന് പറയുന്നത് ഒരു കറക്ഷണൽ ഹൗസ് ആണെന്ന് പറഞ്ഞാൽ അതെല്ലാ കേസുകളിലും ഈ കറക്ഷൻ പ്രോസസ്സൊന്നും നടക്കുന്നില്ല. കുറ്റവാളികളെ കൊടും കുറ്റവാളികളാക്കി മാറ്റുന്ന ഒരു സംവിധാനമായി നമ്മുടെ ജയിലുകൾ മാറുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഗോവിന്ദസ്വാമിയെ തടിച്ചു കൊടുത്ത് കുട്ടപ്പനായ ഒരു ഗോവിന്ദസ്വാമിയെ നമ്മൾ കണ്ടു. ഇപ്പോൾ ചെന്താമരയെ സംബന്ധിച്ച് ചെന്താമര എവിടെയോ ഒളിവിലിരുന്നിട്ട് പുറത്തിറങ്ങിയത് അയാൾക്ക് ഭക്ഷണം കിട്ടാതിരുന്നപ്പോഴാണ്. വിശപ്പ് സഹിക്കാൻ വയ്യ ഇറങ്ങി വന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു പോലീസിനോട് ചിക്കൻ കറി വേണമെന്ന് ചോദിച്ചു. ചോറും ചിക്കൻ കറിയും വേണമെന്ന്. കസ്റ്റഡിയിൽ ലോക്കപ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് ചോറും ചിക്കൻ കറിയും വേണമെന്ന് പറഞ്ഞു. ഇവനെ സംബന്ധിച്ച് ഇവന് ജയിലിലേക്ക് പോയാൽ ആഴ്ചയിൽ ഒരു ദിവസം മട്ടനുണ്ട്, ബീഫുണ്ട്, മീനുണ്ട്, സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് നമ്മുടെ ഒരു ജോലിയും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവുക. അങ്ങനെ സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് കൂടുതൽ കരുത്താർജിച്ച് പുറത്തേക്ക് വരികയാണ്. അവൻ്റെ ഉള്ളിലെ പകയുടെ കനൽ കെടുത്താൻ, അവൻ്റെ ഭ്രാന്ത് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ചിലരുടെ അവരെ കൂടുതൽ പകയുള്ളവരാക്കി മാറ്റുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ സംവിധാനം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പറയുന്നത് ക്രൂരതയായിരിക്കാം. ഇത്തരം ഹൈലി സൈക്കിക് ആയിട്ടുള്ള ആളുകളെ സത്യത്തിൽ ഒരുപാട് പേരുടെ നെറ്റിയുള്ളൂ കേട്ടോ, സത്യത്തിൽ ജയിലിൽ വെച്ച് വിഷം കുത്തിവെച്ച് കൊല്ലണം. എന്തേ? കാരണം ഇവർ സമൂഹത്തിന് വിപത്താണ്. ഇത്തരം ആളുകളെ പുറത്തു ഇതെന്ത് നമ്മുടെ നിയമത്തിൻ്റെ പരിരക്ഷ, സമൂഹത്തിന് ഭീഷണിയാവുന്ന ആളുകളെ എലിമിനേറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കു വീതെ ചാഞ്ഞാൽ വെട്ടണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ പരമ്പരാഗതമായ പറയലുകളുണ്ട്, ചൊല്ലുകളുണ്ട്. സംശയിച്ചോട്ടെ, ഇവ ഈ സൈക്കോ ആണെന്ന് പറയുന്ന ഒരാൾ ജയിലിനുള്ളിൽ വെച്ച് ശാന്ത സ്വഭാവമായിരിക്കും കാണിക്കുക. ഈ പക ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരുത്തിന് ഒരിക്കലും അത് എക്സ്പ്രസ് ചെയ്യില്ല. അങ്ങനെയുള്ളവരെ മാനസികമായിട്ട് കണ്ടെത്താൻ, അല്ലെങ്കിൽ ഈ മനോരോഗ വിദഗ്ധരടക്കമുള്ളവർ ജയിലിൽ കുറച്ച് സജീവമായി ഇടപെടണം. അങ്ങനെയൊക്കെ നടക്കുമോ നമ്മുടെ നാട്ടിൽ? നടക്കുന്നില്ല എന്നതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ നോക്കുന്നത്. സാധാരണ ജയിലിൽ നിന്ന് ഒരു സാധാരണ പോക്കറ്റടി കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ പോകുന്നവൻ ഒരുപക്ഷെ കൂടെ തടവുകാരായ ആളുകളുമായിട്ടുള്ള ബാന്ധവം വഴി കൂടുതൽ വലിയ കൊള്ളകൾ നടത്തുന്ന ആളുകളായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനസാന്തരം വരുന്ന ചില ആളുകളുണ്ട്, ഖേദമുണ്ടാവുന്ന ഒരു ശതമാനം ആളുകളുണ്ടായിരിക്കും. പക്ഷേ ജയിൽ സംവിധാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആളുകളെ പരിവർത്തനപ്പെടുത്താനുള്ള ഒരു സംവിധാനമായിട്ടല്ല നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. എത്ര മനോഹരമായ പേര് വിളിച്ചാലും ജയിലെന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ വീണ്ടും ഗ്രൂം ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ കൊടി സുനി ഉൾപ്പെടെയുള്ള ക്രിമിനലുകളെ നോക്കൂ, ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വീണ്ടും പരോളിലിരിക്കെ വീണ്ടും ക്രൈം നടത്തിയിട്ടുണ്ട്, കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. എങ്ങനെ നമ്മൾ ഇവർ നന്നായി എന്ന് പറയാൻ പറ്റും? ഇവരെയും ജയിലിലിടും. നിങ്ങൾ പരിവർത്തനം നടത്തിക്കൊണ്ട് എന്ത് പരിവർത്തനമാണ്? അപ്പോൾ സമൂഹത്തിന് നമ്മളൊരു ഡിഗ്രി, ഇപ്പം ഈ പീഡനത്തിൻ്റെ തോതളക്കാൻ ഒരു മെഷീൻ CPM-ൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന പോലെ നമുക്കൊരു മെഷീൻ, മാനസികമായ ഒരു സാങ്കല്പികമായ ഒരു മെഷീൻ സങ്കല്പിക്കുക. എന്നിട്ട് ഒരുത്തൻ്റെ ക്രൈമിൻ്റെ ഗ്രാവിറ്റി നോക്കിയിട്ട് ഇവൻ സമൂഹത്തിന് എക്കാലത്തും ഭീഷണിയാണെന്ന് കണ്ട ടെർമിനേറ്റ് ചെയ്യും. അതിപ്പോൾ ഞാനാണെങ്കിൽ പോലും ഞാൻ സമൂഹത്തിന് ഭീഷണിയാവുന്ന തരത്തിൽ നിരന്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ആളുകളെ കൊലപ്പെടുത്തുകയും ആളുകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ എക്കാലത്തും സമൂഹത്തിന് ഭീഷണിയാണ്. അയാളെ 5, 10, 15 വർഷം അതായത്
കൊല്ലപ്പെടുന്ന ഒരുത്തരുണ്ടല്ലോ. ഇപ്പൊ ചെന്താമരയെ ശിക്ഷിക്കുമ്പോൾ ചെന്താമരയ്ക്ക് ജയിലിൽ ചെല്ലും ചെലവും കൊടുക്കുന്നത് ഈ കൊല്ലപ്പെട്ട സുധാകരന്റെയും അവരുടെ കൂടി നികുതി പണം കൊടുത്തിട്ടാണ്. അതെന്ത് നീതിയാണ്? അതായത് ഇര ഈ വേട്ടക്കാരനെ തീറ്റിപ്പോറ്റാൻ നികുതി കൊടുക്കണം. എന്തൊരു വിരോധാഭാസമാണ് അത്തരം സംവിധാനം. ഇത് ചില ആളുകളൊന്നും നന്നാവില്ല, തീർത്ത് കളയണം. എനിക്കൊക്കെ ഒന്നും കേരള പോലീസും അത്യാവശ്യം വേണ്ടി നിന്നില്ല. ഈ ഏറ്റുമുട്ടൽ കൊലപാതകമൊക്കെ കേരളത്തിലാവാം. എന്തുകൊണ്ടാണ് പക്ഷേ കേരളത്തിൽ പറ്റില്ല. കേരളം ഇങ്ങനെ സദാചാരത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയൊക്കെ ഇങ്ങനെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുകയാണല്ലോ. അതുകൊണ്ട് വഴി നടക്കാൻ വയ്യ അല്ലേ? വീട്ടിൽ കിടന്നുറങ്ങിയാൽ എപ്പോഴാണ് തലക്കടിച്ചു കൊല്ലുമെന്ന് അറിയാൻ പറ്റില്ല. കേരളത്തിലെ സംബന്ധിച്ച് ഈ പറഞ്ഞ ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യൻസിനും മാത്രമല്ല എല്ലാത്തരം ക്രിമിനലുകൾക്കും ഏറ്റവും സുഖമായും സുരക്ഷിതമായും കഴിയാവുന്ന ഒരു സ്റ്റേറ്റായി മാറിയിരിക്കുന്നത് നമ്മുടെ ഈ ഇടതുപക്ഷ കപട മേലങ്കിയുണ്ടല്ലോ. മനുഷ്യാവകാശം, കൊല്ലപ്പെടുന്നവന് മനുഷ്യാവകാശമില്ല, കൊലയാളിക്ക് മനുഷ്യാവകാശം ഉണ്ടെന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ആളുകളുടെ മേലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരാന്നറിയോ? ഇടതുപക്ഷം എന്ന് പറയുന്നവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അവരും വധശിക്ഷയ്ക്കെതിരെ അറിയോ? വധശിക്ഷ പാടില്ല എന്ന് പറയുന്നവരാണ് ഇടതുപക്ഷം, CPM. എന്നാൽ CPM എന്ത് ചെയ്യും? അവരുടെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ 51 വെട്ടുവെട്ടി കൊല്ലും. എങ്ങനെയുണ്ട്? എന്നാൽ MA ബേബി മുതൽ സീതാറാം യെച്ചൂരി ഉൾപ്പെടെ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ എത്രയോ തവണ വധശിക്ഷ ഒഴിവാക്കണം, അജ്മൽ കസമിനെ തൂക്കിക്കൊന്നപ്പോൾ വധശിക്ഷ പാടില്ല എന്ന് CPM പറഞ്ഞു. ആരാണ് അജ്മൽ കസബ്? നമ്മുടെ നാട്ടിൽ അതിഭീകരമായ ആക്രമണം നടത്തി അനേകം ആളുകളെ കൊലപ്പെടുത്തിയ കൊടും ഭീകരൻ, പാകിസ്ഥാനി ഭീകരനെ തൂക്കിലേറ്റുന്ന സ്ഥിതി വന്നപ്പോൾ അത് പാടില്ല വധശിക്ഷ എന്ന് പറഞ്ഞു. അത് അജ്മൽ കസബ് മുതൽ സാധാരണക്കാരനെ വരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം, അവരെ മാനസാന്തരപ്പെടുത്തണം, അവർക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ച് അവർ ലോകം നന്നാക്കാൻ ഇറങ്ങും എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിന് സഹായിച്ച അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിന് എന്തുമാത്രം പ്രശ്നമായി ഇതെല്ലാം ഉണ്ടായി. അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ വധശിക്ഷ എന്ന് പറയുന്നത് ഒഴിവാക്കപ്പെടേണ്ട ഒന്നുമല്ല, വധശിക്ഷ വേണം. നമ്മുടെ പറമ്പിൽ കളയുണ്ടാവുമല്ലോ അല്ലേ? നല്ല കള വന്നാൽ എന്ത് പറ്റും? നല്ല ചെടികൾക്ക്, നല്ല വിളകൾക്ക് ആപത്താണ്. അപ്പോൾ കള പറിച്ചേ പറ്റുള്ളൂ. കള പറിക്കുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്, പ്രകൃതിയുടെ ആവശ്യമാണ്. അത് നടപ്പാക്കണം. അല്ലെങ്കിൽ ചെന്താമരമാർ ഇനിയും ഉണ്ടാവും. ചെന്താമര ഇനി പുറത്ത് വന്നാൽ അടുത്ത ഇരയെ കാത്തിരിക്കുക. ഒരു 15 വർഷം അല്ല 25 വർഷം ജയിലിൽ കിടന്നാലും ഇവനൊന്നും മാറത്തില്ല. ഇയാൾ മാത്രമല്ല, ഇയാളെ പിടികൂടിയപ്പോൾ ആദ്യം പോലീസുകാരടുത്ത് പറഞ്ഞറിയാം, എന്നെ ഇനി പുറത്തേക്ക് വിടണം, എന്നെ 100 വർഷത്തേക്ക് ശിക്ഷിച്ചേക്കൂ. അപ്പോൾ ഇയാൾക്ക് മാനസാന്തരം അല്ല അയാൾക്കറിയാം എന്നെ ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ പുറത്ത് വിട്ടാൽ ഞാൻ വീണ്ടും അടുത്ത ആളെ തട്ടുന്നതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ തോന്നിക്കാണും ഞാൻ പുറത്തെങ്ങാനും പോയി ഇനി അടുത്തവനെ കൊല്ലണമല്ലോ. പോലീസുകാർക്ക് പണിയാവും. പോലീസുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടത് വെച്ചിട്ടാണ് ഓടി നടന്ന് പിടിക്കണ്ടേ. അതെ, 2 ദിവസം അയാൾ ഒരിടത്ത് പൈപ്പിനകത്ത് കണ്ട് ഒളിച്ചിരിക്കുക. അതെ. ഏതായാലും ഈ ചെന്താമരയെ പോലെയുള്ള ആളുകളെ തീറ്റിപ്പോറ്റാൻ വിധിക്കുന്ന പാവപ്പെട്ട നികുതിദായകരാണ് നമ്മൾ. ഇതൊരു വൃത്തികെട്ട നിയമ സംവിധാനം. കൊടും ഭീകരരെ സ്പോട്ടിൽ തട്ടാനുള്ള പരിപാടി വേണം. അതിന് നിയമസാധുത വേണം. എനിക്ക് തോന്നുന്നു ഈ ദയാവധത്തിന് വേണ്ടിയിട്ട് യൂത്തനേഷ്യ വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുണ്ട്. അതിനേക്കാളും ശക്തമായ ആവശ്യം ഉയരേണ്ടത് സമൂഹത്തിന് ഏറ്റവും വലിയ ഭീഷണിയായ ക്രിമിനൽസിനെ വിചാരണയ്ക്ക് വിടാതെ കൊല്ലാൻ കഴിയുന്ന സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടാവണം. ഉടനെ പറയും അങ്ങനെ വന്നാൽ ഭരണകൂടം അത് ദുരുപയോഗപ്പെടുത്തും. എന്തായാലും ക്രൈം ചെയ്തവനല്ലേ, കുറേണ്ണം ചാവട്ടെന്നേ. ഇങ്ങനത്തെ അവനൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ചെന്താമരയ്ക്ക് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഈ കോടതി സംവിധാനത്തിന് നിയമത്തിനൊന്നും പറ്റത്തില്ല. എങ്കിലും നമുക്ക് ആഗ്രഹിക്കാം ചെന്താമരയെ പോലെ ഒരു പ്രതിയെ കിട്ടുമ്പോൾ അവനെ പിടിച്ചെടുത്ത് അവൻ്റെ ചാർജ് ഷീറ്റ് വായിച്ചിട്ട് അവൻ തന്നെ അഡ്മിറ്റ് ചെയ്യലോ എന്നെ 100 വർഷം ശിക്ഷിക്കുന്നത്. അപ്പോൾ ഒരു അഡ്മിഷൻ ഉണ്ട്. ഇവനെ സ്പോട്ടിൽ സയനൈഡ് കൊടുത്ത് കൊല്ലണം. ചെന്താമരയ്ക്ക് കൊടുക്കേണ്ടത് സയനൈഡാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.